ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കിന്ന് റിപ്പയർ ചെയ്യാനായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു സൈക്കിളിൻ്റെ ഹോണും ലൈറ്റും ഒന്നിച്ചുള്ള ഒരു സംഭവമാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എനിക്ക് കിട്ടിയത് ഇതിൻ്റെ സ്വിച്ചിൻ്റെ വയറ് വിട്ടുപോയിരിക്കുകയാണ്. 2 കണക്ഷനാണ് ഇതിനുള്ളത്, അത് വിട്ടുപോയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓൺ കേട്ടില്ലെങ്കിൽ, അതായത് സൗണ്ട് ഇങ്ങനെയുള്ള സൗണ്ട് കേട്ടില്ലെങ്കിൽ ഒന്നെങ്കിൽ ഇതിൻ്റെ വയറ് ഇളകിയിരിക്കുന്നോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഈ സ്വിച്ച് മാറ്റി പുതിയ സ്വിച്ച് പിടിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ ഓണിൻ്റെ സെക്ഷൻ. ഇനി നമുക്കിത് അഴിച്ച് നമുക്കിതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ, കംപ്ലൈൻറ്റുകൾ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു റബ്ബറിൻ്റെ ക്യാപ്പാണ്. ഇതൊന്ന് കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഈ അടപ്പ് ഇതിനകത്ത് ഇരുന്നോളൂ. ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇത് അഴിച്ചു നോക്കാം. ഇതിനായിട്ട് 4 സ്ക്രൂ ആണ് ഉള്ളത്. ഈ 4 സ്ക്രൂ നമ്മൾ അഴിച്ചു മാറ്റുക. ഓക്കെ, നമ്മൾ 4 സ്ക്രൂ നമ്മൾ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ലൈറ്റിനകത്തേക്ക് കിടക്കാം. ലൈറ്റിനകത്ത് ഒരു LED ബൾബാണ്. ഈ LED ബൾബ് പോയി കഴിഞ്ഞാൽ ഇതേപോലുള്ള LED ബൾബ് നമുക്ക് ഇലക്ട്രോണിക് സ്പെയർ പാർട്സ് കടയിൽ ലഭ്യമാണ്. LED ബൾബ്, ടോർച്ചിൻ്റെ LED ബൾബ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബൾബ് ഉൾപ്പെടെയുള്ള ഈ സാധനം നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നീട് ഇത് റിഫ്ലക്ടറാണ്. പിന്നീടുള്ളത് ഇതിൻ്റെ ബാറ്ററിയാണ് പ്രധാനമായിട്ട് കൂടുതലും കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് കുറച്ച് കേൾക്കുക, അഥവാ ലൈറ്റ് ഇടുമ്പോൾ പ്രകാശമില്ലാതെ മങ്ങി കത്തിയിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാറ്ററി റിമൂവ് ചെയ്ത് പുതിയ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പ്രകാശവും ഫോണും കേൾക്കുന്നതാണ്. പിന്നീട് ഉള്ളത് ഈ ബാറ്ററിയുടെ വില ഏകദേശം 70-90 രൂപ, ആ റേഞ്ചിൽ വരും ഇതിൻ്റെ ബാറ്ററിയുടെ വില. പിന്നീടുള്ളത് ഇതിൻ്റെ സോക്കറ്റാണ്. ഈ സോക്കറ്റ് ഒന്നെങ്കിൽ ഇവിടെ 2 കണക്ഷനാണുള്ളത്, പോസിറ്റീവ് നെഗറ്റീവ് 2 കണക്ഷനാണുള്ളത്. ഇത് ഏതെങ്കിലും ലൂസ് കണക്ഷനായി ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചാർജ് കയറുന്നില്ല. ആദ്യം നമ്മൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ചാർജ് കയറുന്നുണ്ട്. മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ നമുക്കിവിടെ വോൾട്ടേജ് ചെക്ക് ചെയ്ത് നമുക്ക് നോക്കാൻ സാധിക്കും. ഇത് ഇൻഡിക്കേറ്ററാണ്, ചാർജ് കയറുമ്പോൾ കത്തുന്ന ഇൻഡിക്കേറ്ററാണ്. പിന്നീടുള്ളത് സ്പീക്കറാണ്. സ്പീക്കറിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ, റൗണ്ട് ചെയ്തിരിക്കുന്നതിൻ്റെ സ്പീക്കറാണ്, ബസറാണ്. അതിന് പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത് അഴിക്കുമ്പോൾ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഴിക്കുന്ന വയറിൻ്റെ കണക്ഷനൊക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് വെക്കുക, കണ്ടല്ലേ, പോസിറ്റീവ് നെഗറ്റീവ്. ഇതെൻ്റെ കോയിലാണ്, ഇത് സൗണ്ട് ബൂസ്റ്റ് ചെയ്യാനുള്ള കോയിലാണ്. പിന്നീടുള്ളത് കണക്ഷൻ LED ബൾബിൻ്റെ കണക്ഷനാണ്. നമ്മുടെ ഫ്രണ്ടിലെ LED ബൾബാണ്. അതിന് പോസിറ്റീവ് നെഗറ്റീവ് എഴുതിയിട്ടുണ്ട്. തല തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കത്തത്തില്ല. നമ്മൾ പോസിറ്റീവിൻ്റെ സ്ഥാനത്ത് പോസിറ്റീവ്, കൂടുതലും റെഡ് വയറായിരിക്കും പോസിറ്റീവ് കൊടുത്തിരിക്കുന്നത്. അത് നോക്കിയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുക. ഓക്കെ, ആ ഭാഗം നമ്മൾ ക്ലിയർ ആയിട്ടുണ്ട്. പിന്നീടുള്ളത് ലൈറ്റ് കത്തുന്നില്ലെങ്കിൽ ഒന്നെങ്കിൽ ഈ സ്വിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുക. സ്വിച്ചിൻ്റെ കംപ്ലൈൻറ്റോട് ധാരാളം അങ്ങനെ കംപ്ലൈൻറ്റുകൾ വരാറുണ്ട്. ഈ സ്വിച്ച് റിമൂവ് ചെയ്ത് പുതിയ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റ് നമുക്ക് പരിഹരിച്ച് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലുള്ള വയറുകൾ ചെക്ക് ചെയ്ത് നോക്കുക, ദ്രവിച്ച് ഇളകിപ്പോയിട്ടുണ്ടോ. കൂടുതലും അങ്ങനെ ഇളകിപ്പോകാൻ സാധ്യത ഒത്തിരി ഉള്ളതാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വിച്ച് ലൈറ്റിൻ്റെ കംപ്ലൈൻറ്റ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. പിന്നീടുള്ളത് ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവാണ്. ബാറ്ററി ഒരു കാരണവശാലും പോസിറ്റീവ് നെഗറ്റീവ് തിരിച്ചു കൊടുക്കാൻ പാടില്ല. BT നെഗറ്റീവ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ഭാഗം, ഇത് നെഗറ്റീവ് കണക്ഷനാണ്, ബാറ്ററിയുടെ നെഗറ്റീവ് കണക്ഷനാണ് ഇവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ പിന്നീട് ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ഷനാണ് ഇവിടെ. റെഡ് കൊടുത്തിരിക്കുന്ന പോസിറ്റീവാണ്, കൂടുതലും റെഡ് ആയിരിക്കും പോസിറ്റീവ് വരുന്നത്. അത് നോക്കി നമ്മൾ കൊടുക്കുക. ഓക്കെ, പിന്നീടുള്ളത് നമ്മുടെ ഇതാണ് ഹോണിൻ്റെ സൗണ്ട് കേൾക്കുന്ന ഹോണിൻ്റെ ഇതാണ് ഹാൻഡ് സ്വിച്ചാണ്. ഈ ഹാൻഡ് സ്വിച്ചിന് വയറിൻ്റെ അടിയിൽ നിന്നാണ് വരുന്നത്. അത് നമ്മൾ കേട്ടില്ലെങ്കിൽ ഇത് ബോർഡ് അഴിച്ച ശേഷം അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വയർ പോയിട്ടുണ്ടെങ്കിൽ കൊടുക്കുക. ഇത്രയും സംഭവങ്ങളാണ് ഈ ഹോണിനകത്തുള്ളത്. ഇത് വലിയ നമ്മൾ റിസ്ക് എടുക്കേണ്ട കാര്യമല്ല, സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റുകൾ പരിഹരിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇത് നമ്മളെ കൊച്ചുകുട്ടികൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു സൈക്കിൾ ഹോൺ ആയതുകൊണ്ടാണ് നമ്മളിത് വീഡിയോ ചെയ്യുന്നത്. ഹലോ ഗൈസ്, ഇതിൻ്റെ സ്പെയർ പാർട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബാറ്ററിയുടെയും സ്വിച്ചിൻ്റെയും ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ ഹോൺ വേണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്.